സോ ഈ യൂണിറ്റിലെ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ആണ് എന്ത് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ അസസ്മെന്റ് പ്രോസസ്സിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് പറയാം അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫീഡ്ബാക്കിന്റെ ടൈപ്സ്, അതിന്റെ ഇമ്പോർട്ടൻസ് ആൻഡ് വാട്ട് ഇസ് ദ പ്രോസസ് ഓഫ് ഫീഡ്ബാക്ക് എന്നുള്ളതാണ്. സോ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ അസസ്മെന്റ് ആൻഡ് ഫീഡ്ബാക്ക്. നമ്മൾ പറഞ്ഞു അല്ലേ, അസസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളൊരു കുട്ടിയെ അനലൈസ് ചെയ്യുന്നതാണ്. പക്ഷെ ഈ അനലൈസ് ചെയ്ത് നമ്മുടെ കയ്യിൽ തന്നെ അതിന്റെ ഇൻഫർമേഷൻ വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം, ആ കുട്ടിക്ക് അത് പറഞ്ഞു കൊടുത്താൽ മാത്രമേ ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അപ്പം അസസ്മെന്റ് എന്ന് പറയുന്നത് ഒരു മെഷർമെന്റ് മാത്രമല്ല, അതെന്ത് കൂടിയാണ്, ലേണിങ്ങിനെ നമുക്ക് നന്നായിട്ട് നടത്താൻ വേണ്ടിയുള്ള ഒരു ടൂളും കൂടിയാണ്. അപ്പൊ ആ ലേണിങ്ങിന്റെ ഗൈഡൻസ് എവിടുന്നാ വരുന്നത്, അസസ്മെന്റിലൂടെയാണ്. അപ്പൊ ഈ ഗൈഡൻസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ എന്താ കൊടുക്കുന്നത് അവിടെ, ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ കുട്ടിയുടെ ഒരു പ്രോഗ്രസ് അല്ലെങ്കിൽ ആ കുട്ടി എവിടെയാ ലാക്ക് ചെയ്യുന്നത്, എങ്ങനെ ആ കുട്ടിക്ക് ഇംപ്രൂവ് ചെയ്യാം എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫീഡ്ബാക്കിലൂടെ കൊടുക്കുന്നത്. അപ്പൊ ഇഫക്റ്റീവായിട്ട് നമുക്കൊരു ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റിയാൽ ആ കുട്ടിയുടെ ലേണിംഗ് എന്തായിരിക്കും, കുറച്ചുകൂടെ നന്നായിട്ട് വരും അല്ലെ. ആ കുട്ടി മോട്ടിവേറ്റഡ് ആയിരിക്കും, ആ കുട്ടിക്ക് നല്ല കോൺഫിഡൻസ് വരും, പഠിച്ചു കഴിയുമ്പോൾ എന്തായാലും എന്ത് വരും, കോൺഫിഡൻസ് വരും. സോ ഫീഡ്ബാക്ക് എന്ന് പറയുന്നതാണ് എന്ത്, ശരിക്കും പറഞ്ഞാൽ ലേണിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ആക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പം ഇപ്പോഴത്തെ ഒരു പെർഫോമൻസും ഇനി ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് എവിടെ എത്തണം എന്ന് ആ കുട്ടി വിചാരിക്കുന്നത്, അപ്പൊ അങ്ങോട്ട് എങ്ങനെ എത്താം എന്നുള്ളത് നമുക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാം, ഫീഡ്ബാക്കിൽ കൂടെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പൊ പലതരം ഫീഡ്ബാക്ക് ഉണ്ട്. എന്തൊക്കെയാണ്, ഫീഡ് ഫോർവേഡ് ഉണ്ട്, ഫോർമേറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ട്, അതേപോലെ തന്നെ സമ്മേറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ട്. ഫീഡ് ഫോർവേഡ് എന്ന് പറയുന്നത് നമ്മുടെ ടൈപ്പ് ഓഫ് ഫോർമേറ്റീവ് ഫീഡ്ബാക്ക് തന്നെയാണ്. അതിലെന്താ നമ്മൾ കൊടുക്കുന്നത്, നമ്മള് വർക്ക് തുടങ്ങുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ ഡ്യൂറിംഗ് ദ വർക്കോ നമുക്ക് എന്താ ചെയ്യുന്ന കൊടുക്കുന്ന ഫീഡ്ബാക്കിനെയാണ് നമ്മൾ ഫീഡ് ഫോർവേഡ് എന്ന് പറയുന്നത്. ഫോർമേറ്റീവ് ആണെങ്കിലോ അതൊരു ഡയഗ്നോസ്റ്റിക് ഫീഡ്ബാക്ക് ആണ് അല്ലെ, അതായത് എന്തൊക്കെ നിങ്ങൾക്ക് അറിയാം അറിയില്ല എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ ഡ്യൂറിംഗ് ദ പ്രോസസ് കൊടുക്കുന്ന ഫീഡ്ബാക്ക് ആണ് ഫോർമേറ്റീവ് ഫീഡ്ബാക്ക്. സമ്മേറ്റീവ് ആണെങ്കിലോ ഫൈനൽ അനാലിസിസ്, അതായത് നമ്മളൊരു ഫൈനൽ എക്സാം കഴിഞ്ഞ് ആ എക്സാമിന്റെ ഗ്രേഡ്സ് ബേസ് ചെയ്ത് അല്ലെങ്കിൽ മാർക്സ് ബേസ് ചെയ്ത് എങ്ങനെ നമുക്ക് ഫ്യൂച്ചർ വർക്ക് ഇംപ്രൂവ് ചെയ്യാം എന്ന് കൊടുക്കുന്നതാണ് നമ്മുടെ സമ്മേറ്റീവ് ഫീഡ്ബാക്ക് ആയിട്ട് വരുന്നത്. ഇനി വേറെ ടൈപ്സ് ഓഫ് ഫീഡ്ബാക്ക് നമ്മൾ പറയുമ്പോൾ ദാറ്റ് ഈസ് ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് ഫീഡ്ബാക്ക്, അതേപോലെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ എന്താ, കുട്ടിക്ക് തന്നെ തോന്നുന്ന ആ ഫീഡ്ബാക്ക് ഉണ്ടല്ലോ, ആ കുട്ടി തന്നെ സെൽഫായിട്ട് മോണിറ്റർ ചെയ്യുന്നത്, അതാണ് ഇൻട്രിൻസിക് ഫീഡ്ബാക്ക്. എന്നാൽ ഇത് ടീച്ചർ കൊടുത്താലോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് പറഞ്ഞു കൊടുത്താലോ അത് എന്തായി, എക്സ്ട്രിൻസിക് ഫീഡ്ബാക്ക് ആയി. ഓക്കെ, പോസിറ്റീവ് എന്ന് പറഞ്ഞാലോ കറക്ഷൻ ആൻഡ് സെൻസ്, അല്ലാതെ ഒരു പോസിറ്റീവ് വേയിൽ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്ന ഫീഡ്ബാക്ക് ആണ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. എന്നാൽ നേരെ തിരിച്ചു വരുന്നതാണ് എന്ത്, നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഓക്കെ, ഇനി എന്താ ഇതിന്റെ ഇമ്പോർട്ടൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫീഡ്ബാക്ക് ആണ് ഒരു ലേണറിനെ ലേണിങ്ങിനെ ഗൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എവിടെയാണ് ലാക്ക് ചെയ്യുന്നത്, എങ്ങനെ അത് ഇംപ്രൂവ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഫീഡ്ബാക്ക് ആണ്. അപ്പൊ അങ്ങനെ നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടിയാൽ ലേണിംഗ് നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യും, അതേപോലെ ലേണർ നന്നായിട്ട് മനസ്സിലാവും, പിന്നെ കോൺഫിഡൻസും മോട്ടിവേഷനും ഉണ്ടാവും. അപ്പൊ അങ്ങനെ കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട് ഈ ഫീഡ്ബാക്ക് പ്രോസസ്സിന് ഉണ്ട്. ഇനി ഫീഡ്ബാക്ക് പ്രോസസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഒരു എന്താ പറയാ 2 ഫോംസ് ആയിട്ട് ഉണ്ടാവാം. എന്താണ്, ഫോർമൽ ആയിട്ടും ഉണ്ടാവാം, അതേപോലെ തന്നെ ഇൻഫോർമൽ ആയിട്ടും ഉണ്ടാകാം. ഓക്കെ, ഫീഡ്ബാക്ക് പ്രോസസ് ക്യാൻ ബി ഫോർമൽ ഓർ ഇൻഫോർമൽ. ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ജനറലി ക്ലാസ്സിലേക്ക് കൊടുക്കത്തില്ലേ കുട്ടികൾക്ക് നടക്കുന്ന സമയത്ത്, മോളെ ഇതിങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഇതിങ്ങനെ തെറ്റാണല്ലോ ഒന്നുകൂടെ നോക്കിക്കാത് എന്നൊക്കെ പറയുന്ന ആ ഒരു ഇൻഫോർമൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഫീഡ്ബാക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഫോർമൽ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അത് യൂഷ്വലി പോസിറ്റീവ് ആയിരിക്കും, കുറച്ച് നല്ല പ്രാക്ടീസസ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഫീഡ്ബാക്ക് ആയിരിക്കും. എന്നാൽ ഫോർമൽ ആയിട്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോ പേരന്റ് ടീച്ചിങ് മീറ്റിംഗിൽ വിളിക്കുക അല്ലെങ്കിൽ കുട്ടിയുടെ മാർക്ക് ലിസ്റ്റും പിടിച്ച് നമ്മൾ കൊടുക്കുന്ന മീൻസ് ഇറ്റ് ഈസ് വെരി ഫോർമൽ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടി ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ കളക്ട് ചെയ്ത് ആ കുട്ടിയെ കുറെ നേരം ഒബ്സർവ് ചെയ്ത് അങ്ങനെ കൊടുക്കുന്ന ഒരു ഫീഡ്ബാക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോർമൽ ആയിട്ടുള്ള ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അല്ലെ, ആ പോയിന്റ്സ് ഒക്കെ ഞാൻ ഇതിൽ നിന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്, വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതിന് ഫസ്റ്റ് നമ്മൾ എന്ത് വേണം, ഫോർമൽ ഫീഡ്ബാക്ക് എവിടെയും പോയി പറയല്ല, ദാറ്റ് ഇസ് ഫോർമൽ. ഫോർമൽ എന്ന് പറയുമ്പോൾ ഒരു ഫോർമൽ മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഫോർമൽ കോൺവെർസേഷനിലായിരിക്കും നമ്മൾ ഈ ഫീഡ്ബാക്ക് പറയുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സീൻ നമ്മൾ സെറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ആ ഒരു ഫീഡ്ബാക്ക് സെഷനിൽ നമ്മൾ കൊടുക്കുന്ന ഫീഡ്ബാക്ക് എങ്ങനെയായിരിക്കണം, ലേണറിനെ എൻകറേജ് ചെയ്യുന്നത് പോലെ ആയിരിക്കണം. അല്ലെ, അപ്പൊ ആ ഡയലോഗ്സ് ഒക്കെ ഇൻഫോഴ്സ് ചെയ്തിട്ട് സ്ട്രെങ്ത് ഒക്കെ ഒന്നും കൂടെ ഒന്ന് എടുത്ത് പറഞ്ഞ് ഏതൊക്കെ എവിടെയൊക്കെയാണ് കൺസേൺസ് ഉള്ളതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫോർമൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ കാര്യം ഡെലിവർ ചെയ്യുന്നുണ്ടാവും. ആദ്യം നമ്മൾ സീൻ സെറ്റ് ചെയ്യും, അത് കഴിഞ്ഞ് ഫീഡ്ബാക്ക് കൊടുക്കും. കഴിഞ്ഞിട്ടോ
ആഫ്റ്റർ ദ സെഷനോ നമ്മൾ അവർക്ക് ഒരു സമ്മറി കോപ്പി ഒക്കെ കൊടുക്കും. ഇതാണ് നിങ്ങളുടെ റിസൾട്ട്, അല്ലെങ്കിൽ ഇതാണ് ഞാൻ ഇതിൽ അനലൈസ് ചെയ്ത കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അതിൽ റെമഡിയൽ ആയിട്ട് എന്തൊക്കെ ചെയ്യാന്നുണ്ടാവും, ഇങ്ങനെ ചെയ്താൽ ഔട്ട്കംസ് എന്തൊക്കെ. അപ്പൊ അങ്ങനെ പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈവൻ ആഫ്റ്റർ ദ സെഷനും അതിന്റെ ഡോക്യുമെന്റേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ബിഫോർ ഫീഡ്ബാക്ക് നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം സീന്. ഡ്യൂറിംഗ് ഫീഡ്ബാക്ക് നമ്മൾ അത് പ്രോപ്പർ ആയിട്ട് പറഞ്ഞു കൊടുക്കണം ഫോർമൽ ആയിട്ട്. ആൻഡ് ആഫ്റ്റർ ഫീഡ്ബാക്ക് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ റെക്കോർഡ് ചെയ്യണം. ഓക്കെ, സോ എങ്ങനെ നമ്മൾ റിസീവ് ചെയ്യുന്നത് ഫീഡ്ബാക്ക്, നമ്മളിപ്പോൾ ഒരു ഫീഡ്ബാക്ക് കഴിക്കുമ്പോൾ നമ്മുടെ റിയാക്ഷൻ എന്തായിരിക്കണം, അത് നമുക്ക് ഇംപ്രൂവ്മെന്റിനാണ് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ അതിനെ എടുക്കാൻ. അപ്പൊ എന്താണ്, ക്ലാരിഫിക്കേഷൻസ് വേണമെങ്കിൽ അവിടെ തീർക്കുക, അതേപോലെ കൺസ്ട്രക്റ്റീവ് ആണോ എന്ന് നമ്മൾ നോക്കുക. എന്നിട്ട് നമ്മൾ തന്നെ എന്ത് ചെയ്യുക, പോസ് ചെയ്ത് റിഫ്ലക്ട് ചെയ്യുക, ശരിയാണല്ലോ അങ്ങനെ ചെയ്യാം. അപ്പം എപ്പോഴും നമ്മൾ എന്താണ് ഡിഫെൻസീവ് എന്തായാലും പോരുത്, അങ്ങനെ പറഞ്ഞു എന്നെ കുറിച്ച് എന്ന് പറയുന്നതിലും നമുക്ക് എന്ത് ചെയ്യാം, അത് ആക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. സോ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് എന്ത് ഈ ഫീഡ്ബാക്ക് പ്രൊസീജിയർ തന്നെ യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് വാട്ട് ഫീഡ്ബാക്ക് ഇൻ ലേണിംഗ്. സോ ദീസ് ഇസ് ദ സമ്മറി. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം ഒന്ന് സമ്മറൈസ് ചെയ്തതാണിത്.